എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി. ആൻസർ കെ ലിഫ്റ്റ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ്. ആൻസർ ഇ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ഈ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് 16ാമത്തെ ബഷീർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം. ആൻസർ എലിക്കുളം പഞ്ചായത്ത്, കോട്ടയം. എലിക്കുളം പഞ്ചായത്ത്, കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസർ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസർ ആണ് കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസർ ഏതാണ്? കൈരളി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ 11 പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം. ആൻസർ പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം. അപ്പോൾ 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം ഏതാണ്? പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത്. ആൻസർ കൊച്ചി കപ്പൽ നിർമ്മാണശാല. അപ്പോൾ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആൻസർ റീജിയണൽ ക്യാൻസർ സെന്റർ RCC തിരുവനന്തപുരം. അപ്പോൾ റീജിയണൽ ക്യാൻസർ സെന്റർ RCC തിരുവനന്തപുരത്താണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനെ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം. ആൻസർ അനുപ്രിയ. അപ്പം അനുപ്രിയയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതി സൗന്ദര്യം നിലനിർത്തി ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ടൂറിസം വികസനവും തദ്ദേശവാസികൾക്ക് മികച്ച വരുമാനവും ലക്ഷ്യമാക്കി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. പ്രകൃതി സൗന്ദര്യം നിലനിർത്തി ജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കുതകുന്ന തരത്തിലുള്ള ടൂറിസം വികസനവും തദ്ദേശവാസികൾക്ക് മികച്ച വരുമാനവും ലക്ഷ്യമാക്കി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത ടൂറിസം പദ്ധതി. എന്താണ് ഹരിത ടൂറിസം പദ്ധതി? അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം. ആൻസർ പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ വർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം. ആൻസർ പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യനെ, സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥ. ആൻസർ അതിജീവനം. അപ്പോൾ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരാണ് അതിജീവനം. അടുത്ത ക്വസ്റ്റ്യൻ, മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി. ആൻസർ വാർദ്ധക്യ സൗഹൃദ ഭവനം. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം. കേരളത്തിലെ ആദ്യ തുളസീവനം ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ ആദ്യ തുളസീവനം ആരംഭിച്ച ജില്ല
പത്തനംതിട്ട. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തുളസീവനം ആരംഭിച്ച ജില്ല ഏതാണ്? പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്? സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്? ആൻസർ പാപ്പനംകോട്. അപ്പൊ പാപ്പനംകോടാണ് എന്ത് വരുന്നത്? നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം? ഹേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം? ആൻസർ അനുപ്രിയ. അനുപ്രിയയ്ക്കാണ് ഹേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം ലഭിച്ച മലയാളി താരം. അടുത്ത ക്വസ്റ്റ്യന്, അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പാക്കുന്ന പരിപാടി? അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പാക്കുന്ന പദ്ധതി? ആൻസർ കെ-വാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളി? ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളി? ആൻസർ ചെറുവയൽ രാമൻ. അപ്പൊ ചെറുവയൽ രാമനാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം? ആൻസർ കേരളം. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിതനായത്? 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിതരായത്? ആൻസർ N വാസുദേവൻ. അപ്പൊ N വാസുദേവനാണ് 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളി? ആൻസർ ചെറുവയൽ രാമൻ. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളി? ആൻസർ ചെറുവയൽ രാമൻ. അടുത്ത ക്വസ്റ്റ്യന്, പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത്? പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത്? ആൻസർ തോന്നയ്ക്കൽ തിരുവനന്തപുരം. അപ്പോൾ തോന്നയ്ക്കൽ തിരുവനന്തപുരമാണ് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പാക്കുന്ന പരിപാടി? ആൻസർ കെ-വാക്ക്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം നടപ്പാക്കുന്ന പരിപാടി? ആൻസർ കെ-വാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം? ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം? ആൻസർ കണ്ണൂര്. അപ്പൊ കണ്ണൂരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്? സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്? ആൻസർ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത്? മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത്? ആൻസർ പ്രൊഫസർ MK സാനു. പ്രൊഫസർ MK സാനുവാണ് മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത്? ആൻസർ കൊച്ചി കപ്പൽ നിർമ്മാണശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത് കൊച്ചി കപ്പൽ നിർമ്മാണശാല. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്